സേതു ആത്മഹത്യ ചെയ്ത് എന്തിനാണെന്ന് മായയ്ക്ക് അറിയണമല്ലേ? എന്നാൽ അറിഞ്ഞോളൂ, സേതുവിന് ഈ നാട്ടിൽ ഒരു പെൺകുട്ടിയോട് പ്രേമമുണ്ടായിരുന്നു. അവളെ കാണാനും അവളുമായിട്ട് അടുക്കാനും വേണ്ടിയാണ് സേതു ഇവിടെ കഴിഞ്ഞത്. അവളെ നഷ്ടപ്പെട്ടപ്പോൾ സേതു ആത്മഹത്യ ചെയ്തു. സത്യമാണോ നിങ്ങൾ ഈ പറയുന്നത്? മരിച്ചുപോയ ഞങ്ങളുടെ സേതുവിനെ കുറിച്ച് ഞങ്ങൾ എന്തിനു നുണ പറയണം? ആരായിരുന്നു പെൺകുട്ടി? ആരാ, ഏതാ, എങ്ങനെ പരിചയപ്പെട്ടു, എവിടെ വെച്ച് പരിചയപ്പെട്ടു എന്നൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഞങ്ങളാരും അവളെ കണ്ടിട്ട് പോലുമില്ല. പക്ഷേ ഒന്ന് മാത്രം അറിയാം, അവൾക്കും സേതു എന്ന് വെച്ച ജീവനായിരുന്നു. സേതു ആ ബന്ധത്തെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞപ്പോഴേക്കും അവളെ വീട്ടുകാർ വീട്ടുതടങ്കലിലാക്കി കഴിഞ്ഞിരുന്നു. ഒരു അന്യജാതിക്കാരനായ പുരുഷനെ പ്രേമിച്ചന് പിന്നീട് ഒരു യുദ്ധമായിരുന്നു. ഒരു ഭാഗത്ത് അവളുടെ വീട്ടുകാരയച്ച ഗുണ്ടകളും ബന്ധുക്കളും, മറുഭാഗത്ത് സേതുവും, പിന്നെ ഞങ്ങൾ 4 പേരും. ഇവനെ എടുത്തിട്ട് ഇടിച്ചപ്പോ ഞങ്ങൾ വന്ന് രക്ഷിച്ചില്ലേ? അവന്മാരൊക്കെ അതിൽപ്പെടുന്നവരാ. സേതു മരിച്ചിട്ടും അവർക്ക് ഞങ്ങളോടുള്ള പക തീർന്നിട്ടില്ല. അതെയോ? ഈ ലോകം മുഴുവൻ എതിർത്താലും ഞങ്ങൾ സേതുവിനോടൊപ്പം നിന്നേനെ. അവളെ കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന തന്നിരുന്നെങ്കിൽ ഞങ്ങൾ അവളെ തൂക്കിയെടുത്ത് സേതുവിന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടേനെ. പക്ഷേ സേതു അതിനൊന്നും സമ്മതിച്ചില്ല. ഞങ്ങൾ മാറി മാറി ചോദിച്ചിട്ടും അവളെപ്പറ്റി സേതു ഒന്നും പറഞ്ഞില്ല. മടങ്ങുമ്പോ ഞങ്ങളെ 4 പേരെയും കെട്ടിപ്പിടിച്ച് സേതു കരഞ്ഞു. കണ്ണീരോടുകൂടി യാത്ര ചോദിച്ചവൻ ഇറങ്ങിപ്പോയി. പക്ഷെ അത് അവന്റെ അവസാനത്തെ യാത്രയായിരുന്നെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. അപ്പുകുട്ടാ, അപ്പുകുട്ടാ, നീ വന്നേ. ഓവറാക്ട് ചെയ്ത് ചളവാക്കാനാ പുല്ലേ. ഓക്കെ 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 ഓക്കെ. ഓക്കെ. വെൽക്കം.
എക്സ്ക്യൂസ് മീ, ഏ മഹാദേവനല്ലേ? അതെ. ഐ ആം ഹോനായി, ജോൺ ഹോനായി. ഹലോ. ഞാൻ ബോംബെയില് നിങ്ങൾ മായയുടെ അയൽവാസിയാ. മഹാദേവന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. കാറുണ്ട്, താമസിക്കില്ല. ഞാൻ ഇവിടെയോ വീട്ടിലോ എവിടെയാണെന്ന് വെച്ചാൽ തിരിച്ചു കൊണ്ടുവന്ന് വിടാം. അതിപ്പോ ഞാൻ ഒരു പ്ലീസ് നോ എന്ന് പറയരുത്. ഒരു 10 മിനിറ്റ് എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം. പ്ലീസ് കം. താങ്ക്സ്. വരൂ. ഇവരൊക്കെ ഞാൻ തന്നെ കൂട്ടിക്കൊണ്ടുവന്നതാ. നിങ്ങളിരിക്കൂ, ഞാനിപ്പോ വരാം. മായെ മറക്കണമെന്ന് പറയാൻ വിളിച്ചോണ്ട് വന്നതായിരിക്കും. സമ്മതിക്കരുത്. ദേ, ഒറ്റക്കെട്ടായി നിന്നാ നമുക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് അവളെ കിട്ടും. അവൾ സോറി, എനിക്ക് നിങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുവാൻ ഒരു ചെറിയ കള്ളം പറയേണ്ടി വന്നു. മായയുടെ പരിചയക്കാരനാണെന്ന്. സത്യത്തിൽ എനിക്ക് പരിചയം മായയല്ല, സേതുമാധവനെയാ. മായയുടെ ചേട്ടൻ സേതുമാധവനെ. ഇപ്പൊ നിങ്ങളിൽ നിന്ന് എനിക്ക് അറിയേണ്ടതും ആ സേതുവിനെ കുറിച്ചാണ്. ഇത് ആരാന്ന് പറയാമോ? സേതു. ആ, ഇതോ? സേതുവും പിന്നെ പിന്നെ ആൻഡ്രൂസ്. ഓക്കെ,